പ്രിയമുള്ളവരെ, അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തവരല്ല ഈ ദേശത്തുള്ള ആളുകളെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും അറിയുന്നു. ധാരാളം പ്രാവശ്യം ഒരുപക്ഷെ നിങ്ങൾ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുകയും ലഘുലേഖകൾ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രിയമുള്ളവർ, ഏതെങ്കിലും ക്രൈസ്തവ ആ മത പശ്ചാത്തലമുള്ളവരായിരിക്കും ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു കെട്ടുകഥയല്ല, അതൊരു ഐതിഹ്യമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൽ വന്നതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടായ നേട്ടം എന്താണ്? യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്തു മതത്തിൽ നാം ആയിരിക്കുന്നു. ക്രിസ്തുവുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു മത പശ്ചാത്തലത്തിൽ നാം ആയിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? യേശു എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത് എന്നതിനെ കുറിച്ച് ചുരുക്കമായിട്ട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തുമസ് ദിനം കൂടെ നമ്മളിപ്പോൾ കടന്നുപോയി. യേശു ക്രിസ്തുവിന്റെ ജനന വാർത്ത സ്വർഗത്തിലെ ദൂതന്മാർ ആട്ടിടയരോട് പറയുമ്പോൾ നാം കേൾക്കുന്ന വായിക്കുന്ന വചനം ഇങ്ങനെയാണ്: സർവലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ആട്ടിടയരോട് സ്വർഗത്തിലെ ദൂതന്മാർ പറഞ്ഞ സദ്വർത്തമാനം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഉണ്ടാകാനുള്ള സന്തോഷമല്ല, മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്നാണ്. ആ വാക്ക് ശ്രദ്ധിക്കണേ. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറയുമ്പോൾ ആ സന്തോഷം ഇനി ലഭിക്കാൻ പോകുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ദൂത് കേൾക്കുന്ന പലർക്കും അന്ന് പല നിലകളിൽ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും നിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ലോകപ്രകാരം പല നിലകളിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ടാകും. പ്രിയമുള്ളവരെ, ഒരു നല്ല വാഹനം ലഭിച്ചപ്പോൾ, ഒരു നല്ല വീട് ലഭിച്ചപ്പോൾ, ഒരു നല്ല ജോലി ലഭിച്ചപ്പോൾ, നല്ല തലമുറകളെ ലഭിച്ചപ്പോൾ, അങ്ങനെ ലോകപ്രകാരം പലതും നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നവരാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ആ സന്തോഷം നമുക്ക് നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടാൻ ഇടയാകുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളപ്പൊക്കം, ജലപ്രളയം വന്നപ്പോൾ പ്രിയമുള്ളവരെ, വീടും സ്വത്തും സമ്പാദ്യങ്ങളിലൊക്കെ സന്തോഷിച്ചിരുന്ന ആളുകൾ നിമിഷം കൊണ്ട് അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് നാം നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആരോഗ്യത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്, സൗന്ദര്യത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്, പ്രിയമുള്ളവർ, അതുപോലെ വിദ്യാഭ്യാസത്തിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ സന്തോഷങ്ങളൊക്കെ നമുക്കറിയാം പല നിലകളിൽ അത് വേഗത്തിലാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വലിയ അപകടമാണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ ഒരു ആക്സിഡന്റിൽ മരിക്കാൻ ഇടയായത്. പ്രിയമുള്ളവരെ, ഉന്നത വിദ്യാഭ്യാസം നേടി മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ യുവാക്കളെ സംബന്ധിച്ച് ആ കുടുംബക്കാരുടെ സന്തോഷം എത്ര വലുതായിരുന്നു. അവർ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരിലൂടെ മാതാപിതാക്കൾ കണ്ടെത്തിയ പ്രത്യാശയും സന്തോഷവും എത്ര വലുതാണ്. എന്നാൽ നിമിഷ നേരം കൊണ്ട് ആ സന്തോഷം നഷ്ടപ്പെട്ടത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ആട്ടിടയരോട് സ്വർഗത്തിലെ ദൂതൻ പറഞ്ഞ വാർത്ത, യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ലോകത്തെ അറിയിച്ച വാർത്ത എന്ന് പറയുന്നത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള
മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ആ സന്തോഷം എന്താണ്? ആ സമാധാനം എന്താണ്? ആ യഥാർത്ഥ സന്തോഷവും സമാധാനവും മനുഷ്യന് ലഭിക്കാനുള്ള മാർഗം എന്താണ്? സന്തോഷം മനുഷ്യന് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് നാം വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ടിയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പ്രിയമുള്ളവരെ ഈ ഭൂമിയിലാക്കുമ്പോൾ നാം തിരുവചനത്തിൽ വായിക്കുന്നത് മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വലിയ സന്തോഷത്തിലായിരുന്നുവെന്നാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത് സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ്. ദൈവവുമായി യഥാർത്ഥ ബന്ധത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് യഥാർത്ഥ സമാധാനം, യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. ദൈവത്തോടൊന്നിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ മനുഷ്യന്റെ ഇടയിലേക്ക് പിശാച് കടന്നു വന്നു. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാനുള്ള മാർഗം പിശാച് ഒരുക്കി. പിശാചിന്റെ കെണിയിൽ മനുഷ്യൻ അകപ്പെട്ടു. ദൈവത്തിന്റെ വാക്കിനേക്കാൾ പിശാചിന്റെ വാക്കിന് ചെവി കൊടുത്തു. അനന്തര ഫലമെന്താണ്? ദൈവമായിട്ടുള്ള ബന്ധം മനുഷ്യനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, അതുവരെ സന്തോഷം അനുഭവിച്ച മനുഷ്യനെ പിന്നെ നാം കാണുന്നത് ഭയപ്പെട്ട ഒളിച്ചിരിക്കുന്ന ആ ഒരു മനുഷ്യനെയാണ് കാണാൻ കഴിയുന്നത്. പാപം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അന്ന് മുതൽ ആരംഭിച്ച കാര്യമാണ് സന്തോഷത്തിന് പകരം മനുഷ്യന്റെ ഉള്ളിൽ ഭയം കടന്നു വന്നു, നിരാശ കടന്നു വന്നു, അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ട സന്തോഷം ഇനി തിരികെ ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. അത് നാം വളരെ നന്നായി തിരിച്ചറിയണം. നമുക്കറിയാം, കടലിൽ കിടക്കുന്ന ഒരു മത്സ്യത്തെ നാം പിടിച്ച് പ്രിയമുള്ളവരെ കരയിലിട്ടാൽ അത് പ്രാണവേദനയോടെ പിടയുന്നത് കാണാം. എത്ര മനോഹരമായ വീട്ടിൽ ആ മത്സ്യത്തെ കൊണ്ടിട്ടാലും അത് കിടന്ന് പിടയ്ക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ ആ മത്സ്യത്തിന് സന്തോഷം ലഭിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അത് ചാകുന്നതിന് മുമ്പ് അതിനെ എവിടെ നിന്ന് എടുത്തുവോ അവിടേക്ക് അതിനെ തിരികെ ചേർക്കുമ്പോ, അഥവാ കടലിൽ നിന്നെടുത്ത, വെള്ളത്തിൽ നിന്നെടുത്ത മത്സ്യത്തെ വെള്ളത്തിലേക്ക് തിരികെ ഇടുമ്പോഴാണ് ആ മത്സ്യത്തിന് യഥാർത്ഥ സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യഥാർത്ഥ സന്തോഷം മനുഷ്യൻ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് അടുത്തേ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, പാപിയായിരിക്കുന്ന മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തോട് അടുക്കാൻ കഴിയുന്ന മാർഗം എങ്ങനെയാണ്? ദൈവം പരിശുദ്ധനാണ്, ദൈവം വെളിച്ചമാണ്. പാപം ചെയ്ത മനുഷ്യൻ ഇരുട്ടിലേക്കാണ് പോയത്. ഇരുളും വെളിച്ചവും തമ്മിൽ ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ കണ്ടെത്തിയ മാർഗം എന്താണെന്ന് അറിയാമോ? അനേക മതധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പ്രിയമുള്ളവരെ, ചില ദാനധർമ്മങ്ങളോ പുണ്യപ്രവൃത്തികളോ തീർത്ഥാടനങ്ങളോ നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തോട് അടുക്കാം എന്ന് മനുഷ്യൻ ചിന്തിച്ചു. അങ്ങനെ ധാരാളം മതധർമ്മങ്ങൾ, പ്രിയമുള്ളവരെ, ഭക്തിമാർഗങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ ശാന്തമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് പ്രിയമുള്ളവരെ, പള്ളികളിൽ, പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ, പ്രിയ തീർത്ഥാടന ഇടങ്ങളിലേക്കൊക്കെ ഉള്ള മനുഷ്യന്റെ ഒഴുക്ക് വർദ്ധിക്കുകയാണ്, ഭക്തിമാർഗം വർദ്ധിക്കുകയാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ഭക്തിമാർഗം വർദ്ധിക്കുന്നത് പോലെ തന്നെ തിന്മ പെരുകുകയാണ്. മനുഷ്യൻ യഥാർത്ഥമായി ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ പാപം കുറയേണ്ടതാണ്, തിന്മ കുറയേണ്ടതാണ്, പ്രതിസന്ധികൾക്ക് പരിഹാരം വരേണ്ടതാണ്. പക്ഷെ നാം കാണുന്ന മാർഗം എന്താ? ഇന്ന് തിന്മ പെരുകുന്നു, കുടുംബങ്ങളിൽ സമാധാനമില്ല. പ്രിയമുള്ളവരെ, നൊന്ത് പ്രസവിച്ച ആ മക്കൾ സ്വന്തം അമ്മയെ പിച്ചി ചീന്തുന്ന അത്രയും ക്രൂരമായ കാര്യങ്ങൾ, വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന മാതൃഹൃദയത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് മനുഷ്യൻ ചിന്തിച്ചു
ചിന്തിച്ചിരുന്നു ഏത് തെറ്റിനും ക്ഷമ കൊടുക്കുന്ന കോടതി മാതൃഹൃദയമാണെന്ന്, ഏത് തെറ്റും ക്ഷമിക്കുന്ന ഒരമ്മയുടെ ഹൃദയം. പക്ഷെ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ ഇഷ്ടപുരുഷന്റെ കൂടെ പോകാൻ വേണ്ടി പിച്ചി ചിന്തുന്ന, വിഷം കൊടുത്തു കൊല്ലുന്ന മാതൃഹൃദയങ്ങളായി അമ്മമാര് മാറുകയാണ്. സ്വന്തം പിതാവ് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ സ്വന്തം കാമാശത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഹീനമായ കാര്യങ്ങൾ ഇന്ന് പെരുകുകയാണ്. ഒരു ഭാഗത്ത് പ്രിയമുള്ളവരെ ഭക്തി മാർഗം പെരുകുമ്പോ മറുഭാഗത്ത് തിന്മ പെരുകുന്നു. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നേർച്ച കാഴ്ചകൾ കൊണ്ടോ തീർത്ഥാടനങ്ങൾ കൊണ്ടോ ഭക്തി മാർഗങ്ങൾ കൊണ്ടോ ഒരിക്കലും തിന്മയായ മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കാൻ കഴിയുകയില്ല എന്ന വസ്തുത നാം തിരിച്ചറിയണം. ഈ സാഹചര്യത്തിലാണ് സുവിശേഷത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ ആ ലോകം കേട്ട സന്ദേശം ഇതാണ്: സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത സന്തോഷ വർത്തമാനം പറഞ്ഞു: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്താണ് സന്തോഷത്തിന്റെ സന്ദേശം? പ്രിയമുള്ളവരെ, രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ഓർക്കണേ, രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. രക്ഷിതാവ് ആരാണ്? കർത്താവായ ക്രിസ്തു. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ, തിന്മയിൽ ജീവിക്കുന്ന മനുഷ്യനെ, തിന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായി പാപത്തിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിച്ചതുപോലും ഏറ്റവും അധികം മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ക്രൈസ്തവരുടെ ധാർമ്മിക മൂല്യം എത്രമാത്രമാണ് അധപ്പതിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. പത്രവാർത്ത പുറത്ത് കൊണ്ടുവരുന്നത് ക്രിസ്തുമസ് ദിനത്തിൽ ഏറ്റവും അധികം മദ്യം ചിലവാകുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ പറയുമ്പോ യേശുവിന്റെ ജനനം ആഘോഷിക്കാൻ ഏറ്റവും അധികം മനുഷ്യൻ കണ്ടെത്തിയത് മദ്യത്തെയും അതുപോലെയുള്ള മറ്റു മാർഗങ്ങളെയുമാണ്. ഞാനത് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വാസ്തവത്തിൽ യേശു എന്തിനു വന്നെന്നോ, യേശു ക്രിസ്തു ആരാണെന്നോ അറിയാത്ത അപ്രകാരം അന്ധതയിലായിരിക്കുന്ന ഒരു സമൂഹത്തിൽ നാം ആയിരിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു വന്നത് പാപിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. തിന്മയുടെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനും ആ പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവിന് കഴിയും. നിങ്ങൾ ഇങ്ങനെ ഓർക്കണേ, നമുക്ക് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് അത് കേടുവന്നു കഴിഞ്ഞാൽ അതിനെ ശരിയായ രൂപത്തിലാക്കി തീർക്കാൻ അതുണ്ടാക്കിയ കമ്പനിക്ക് കഴിയുമെന്ന കാര്യം നമുക്കറിയാം. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ചീത്തയായി പോയാൽ ആ മനുഷ്യനെ നന്നാക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നത് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ചീത്തയായ മനുഷ്യനെ നന്നാക്കാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം തന്നെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യേശു ലോകത്തിൽ വന്നിട്ട് ലോകത്തോട് പറഞ്ഞ ഒരു സദ്വർത്തമാനമുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വാക്ക് കേൾക്കുമ്പോ നാം ഓർക്കുന്നത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള ബന്ധത്തിലാണ് യേശു ഇത് പറഞ്ഞതെന്നാണ്. ഒരിക്കലും അല്ല പ്രിയമുള്ളവരെ. അവിടെ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കാര്യമല്ല. യേശു കർത്താവിന്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? അന്നത്തെ പ്രധാന മതമായിരിക്കുന്ന യഹൂദ മതം, പ്രിയമുള്ളവരെ, മനോഹരമായിരിക്കുന്ന യെരൂശലേം ദേവാലയം മനുഷ്യൻ പാപപരിഹാരത്തിനു വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് യാഗങ്ങൾ അർപ്പിക്കാൻ വേണ്ടി വരികയാണ്. ആടുമാടുകളെ യാഗങ്ങൾ കഴിക്കുന്നു, പെരുന്നാളുകൾ നടത്തുന്നു, നേർച്ച കാഴ്ചകൾ കഴിക്കുന്നു. പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുമ്പോ രക്ഷകനായ യേശു വിളിച്ചു പറഞ്ഞു: പാപപരിഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ, തീർത്ഥാടനങ്ങൾ നടത്തുന്നവരെ, വ്യർത്ഥമായ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുക്കലേക്ക് പാപഭാരവുമായി ആരൊക്കെ കടന്നു വന്നിട്ടുണ്ട്?
ഒരിക്കൽ യേശു കർത്താവ് പരീശനായ ഒരു മതഭക്തനായ ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരു വിരുന്നിന് കടന്നു ചെന്നു. യേശുവിനെ അവിടേക്ക് ആ മനുഷ്യൻ ക്ഷണിച്ചതാണ്. ആ ശീമോന്റെ വീട്ടിൽ യേശു ഉണ്ടെന്നറിഞ്ഞപ്പോ ആ പട്ടണത്തിലേക്ക് പാപിയായിരുന്ന ഒരു സ്ത്രീ, പ്രിയമുള്ളവരെ, ഒരു വെങ്കൽ ഭരണി തൈലവുമായി യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, നാം കാണുന്ന കാഴ്ച എന്തെന്നറിയാമോ? യേശുവിന്റെ അടുക്കൽ ആ പാപിയായ സ്ത്രീ ഇരുന്നു യേശുവിന്റെ പാദപീഠത്തിൽ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരിയായി തൊഴുകുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ആ സ്ത്രീ തന്റെ തലമുടി കൊണ്ട് യേശുവിന്റെ പാദം തുടച്ചു, ആ കാലിൽ തൈലം പൂശി, പ്രിയമുള്ളവരെ, ആ പാദം ചുംബിച്ചു. ഇത് കണ്ടിട്ട് മതഭക്തനായ പരീശന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. താൻ ഇങ്ങനെ പറഞ്ഞു, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും അവൾ എങ്ങനെയുള്ളവളെന്നും തിരിച്ചു അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് പറയാനിടയായി. ശ്രദ്ധിക്കണേ, മതഭക്തരായ ആളുകൾ പാപികളെ അകറ്റി നിർത്തുമ്പോ, പ്രിയമുള്ളവരെ, അവരെ തൊടുമ്പോഴും അവർ അറയ്ക്കുമ്പോ, അരിമനാഥൻ ലോകത്തെ രക്ഷിപ്പാൻ, പാപിയെ രക്ഷിക്കാൻ വന്നവന്റെ പാദപീഠത്തിൽ ലോകം വെറുക്കുന്ന പാപികളായ മനുഷ്യർ വന്ന് യേശുവിന്റെ പാദത്തിൽ ഇരിക്കുമ്പോ യേശു അവരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. യേശു മതഭക്തനായ പരീശനോട് പറഞ്ഞു, ശീമോനെ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മര്യാദ പോലെ ചെയ്യാൻ നീ കൂട്ടാതിരുന്നപ്പോ ഈ സ്ത്രീ തന്റെ കണ്ണുനീര് കൊണ്ട് എന്റെ കാല് കഴുകിയെന്ന്, അതുകൊണ്ട് ഇവളുടെ അനേകമായ പാപങ്ങൾ ബോധിച്ചിരിക്കുന്നു. അതിനുശേഷം യേശു ആ സ്ത്രീയോട് പറഞ്ഞു, മകളെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോക. ശ്രദ്ധിക്കണമേ, പാപത്തിൽ ജീവിച്ചിരുന്ന ആ സ്ത്രീ ആ ഒരു നിമിഷം പാപം ക്ഷമിച്ചു കിട്ടിയപ്പോൾ അവൾ സമാധാനത്തോടെ അവളുടെ വീട്ടിലേക്ക് പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പാപപരിഹാരത്തിന് വേണ്ടി അന്നുള്ള പ്രധാന ദേവാലയമാകുന്ന യെരൂശലേം ദേവാലയത്തിൽ ധാരാളം യാഗങ്ങൾ, മതകർമ്മങ്ങൾ, പെരുന്നാളുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ അനേക പ്രാവശ്യം ഈ പാപിയായിരിക്കുന്ന സ്ത്രീയും അവിടെ കടന്നുപോയി യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും അവളുടെ പാപത്തിന് പരിഹാരം വരുത്തിയില്ല. എന്നാൽ പാപം പരിഹരിക്കാൻ കഴിയുന്ന യേശു കർത്താവിന്റെ സ്വരങ്ങൾ കേട്ടു. അധ്വാനിക്കുന്നവരെ, പാപപരിഹാരത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരെ, പാപത്തിന്റെ ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന വാക്ക് ആ സ്ത്രീ കേട്ടു. അവൾ അത് തിരിച്ചറിഞ്ഞു. തന്റെ പാപഭാരവുമായി അവൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. അനന്തര ഫലം എന്താണ്? അവളുടെ പാപം ക്ഷമിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, പാപം ക്ഷമിച്ചു തരുവാൻ കഴിയുന്നവൻ ആർക്കാണ്? ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു സത്യ ദൈവമാണ്. അവൻ നിത്യജീവനാണ്. അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. അവൻ പ്രപഞ്ച സൃഷ്ടാവാണ്. ആ പ്രപഞ്ച സൃഷ്ടാവായ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുക്കലേക്ക് വന്ന സകലർക്കും അവിടുന്ന് പാപക്ഷമ നൽകുകയാണ്. പാപം ക്ഷമിച്ച് കിട്ടിയതിന്റെ ഫലമെന്താണെന്നറിയാമോ? അത് മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുമ്പോ എന്റെ 25-ാമത്തെ വയസ്സിലാണ് ഒരു നല്ല യൗവനക്കാരനായിരുന്നപ്പോ ഞാൻ യേശുവിനെ അറിയുന്നത്. ഇന്ന് എനിക്ക് 64 വയസ്സുണ്ട്. ഒരു മദ്യപാനിയായ പിതാവിന്റെ മകനായി ഞാൻ ജനിച്ചു വളർന്നു. ഒരു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ ആ പള്ളിയിലെ അൽത്താരയിൽ ശുശ്രൂഷക്കാരനായി പള്ളി കാര്യങ്ങളിലൊക്കെ തീവ്രതയോടെ മുന്നിൽ നിന്ന വ്യക്തിയാണ്. പക്ഷെ കുടുംബത്തിൽ യാതൊരു സമാധാനമില്ലായിരുന്നു. 25-ാമത്തെ വയസ്സിലേക്കൊക്കെ വന്നപ്പോ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോ എന്റെ മുന്നിൽ വഴികളൊക്കെ അടയപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നിരാശയുടെ പടുകുഴിയിലായിരുന്ന സമയത്താണ് ഞാൻ ഒരിക്കൽ സുവിശേഷം കേൾക്കുന്നത്. എന്നെ പോലെ തകർന്ന ഒരു ചെറുപ്പക്കാരൻ യേശു ക്രിസ്തുവിനെ
അറിഞ്ഞതും യേശു ക്രിസ്തുവിലൂടെ തന്റെ ജീവിതം രൂപാന്തരപ്പെട്ടതും കേട്ടപ്പോൾ അതെന്റെ മനസ്സിന് വലിയ പ്രത്യാശ നൽകി. പ്രിയമുള്ളവരെ, അതുവരെ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന നല്ല ജോലി കിട്ടണം, നല്ല വീടുണ്ടാകണം, ഈ ലോകപ്രകാരമുള്ള പലതും ഉണ്ടാകണം. അതിലപ്പുറമായിട്ടൊന്നും യേശുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. എന്നാൽ അന്ന് മനസ്സിലായി, യേശു വന്നത് പാപിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ ക്രൂശുമരണം പാപപരിഹാരത്തിന് വേണ്ടിയുള്ളതാണ്. തകർന്ന ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. യേശു സത്യ ദൈവമാണെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ആ വചനം പറഞ്ഞ ദൈവദാസന്മാരുടെ അടുക്കൽ ചെന്നു. ഞാൻ എന്റെ സങ്കടം അവരോട് പറഞ്ഞു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എന്റെ വീട്ടിൽ വന്ന് എന്റെ പിതാവിനോടൊക്കെ അവർ സുവിശേഷം പങ്കുവച്ചു. ആദ്യം ഒന്ന് ഉൾക്കൊള്ളാൻ എന്റെ പിതാവിന് കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അതെന്റെ വ്യക്തി ജീവിതത്തെ പിന്നെയും അത് മാറ്റിമറിക്കുകയായിരുന്നു. ഒരു വിക്കനായിരുന്ന, സംസാരിക്കാൻ പോലും കഴിവില്ലാതിരുന്ന ഞാന് യേശുവിന്റെ സ്നേഹം അറിഞ്ഞപ്പോ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് സർവശക്തിയുള്ള ദൈവമാണ്. അങ്ങന്റെ ഹൃദയത്തിൽ പാപക്ഷമ തന്നു, സമാധാനം തന്നു. ഈ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ എന്റെ നാവിന് ശക്തി നൽകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് എന്റെ നാവിന്റെ കെട്ടുകളെ അഴിച്ചു. നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ സ്ഫുടമായി സംസാരിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ പറയട്ടെ, ഞാൻ യേശുവിനെ അറിഞ്ഞതിന് ശേഷം 7 വർഷം കഴിഞ്ഞപ്പോ എന്റെ പിതാവ് മദ്യത്തിന്റെ പിടിയിൽ നിന്ന്, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഒരു യഥാർത്ഥ ദൈവവൈതലായി ജീവിക്കാൻ ഇടയായി. എന്നാൽ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോ നിലവിലുള്ള പ്രതിസന്ധികൾക്കൊന്നും അന്ന് പരിഹാരമില്ലെങ്കിലും യഥാർത്ഥ സമാധാനം ഹൃദയത്തിലേക്ക് അന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു. അതിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ആട്ടിടയരോട് ദൂതൻ പറഞ്ഞ വാക്ക്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അതുവരെ ഞാൻ ധരിച്ചത് അപ്പന്റെ മദ്യപാനം മാറിയാൽ സന്തോഷം ഉണ്ടാകും, കടഭാരം മാറിയാൽ സന്തോഷം ഉണ്ടാകും, ബിസിനസ് വളർന്നാൽ സന്തോഷം ഉണ്ടാകും, കൃഷി നന്നായാൽ സന്തോഷം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച കാലഘട്ടം. പക്ഷെ അന്ന് തിരിച്ചറിഞ്ഞു, എന്തൊക്കെ ഉണ്ടെങ്കിലും പാപമാണ് മനുഷ്യന്റെ സന്തോഷത്തെ കെടുത്തി കളയുന്നത്. കോടീശ്വരന്മാർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? പ്രിയമുള്ളവരെ, ധാരാളം സമ്പത്തുള്ളവർ ഉറങ്ങാൻ എന്തിനു വേണ്ടി ഉറക്ക ഗുളികയെ ആശ്രയിക്കുന്നു, ബൈക്ക് മരുന്നിനെ ആശ്രയിക്കുന്നു. കാരണം എന്ത്? കുടുംബത്തിന് സമാധാനമില്ല. പ്രിയമുള്ളവരെ, ഏത് വ്യക്തി ജീവിതത്തെ എടുത്താലും ഒരു തകർന്ന സാഹചര്യം അവസാനം കൊണ്ടെത്തിക്കുന്നത് മദ്യഷാപ്പിലോ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലോ ആണ്. ഇന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നു. നമ്മൾ ദിനംതോറും കാണുന്നില്ലേ? കോടികളുടെ ആ മയക്കുമരുന്ന് പിടിക്കുന്നു. കോടികളുടെ മയക്കുമരുന്ന് കസ്റ്റംസ് പിടിക്കുമ്പോ പിടിക്കപ്പെടാതെ വിൽപ്പന നടത്തുന്ന എത്രയോ അധികമാണെന്ന് നാം തിരിച്ചറിയണം. ആരാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ കൊച്ചു കേരളത്തിലെ 3 കോടിയോളം വരുന്ന ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും യൗവനക്കാരും ഇന്ന് മയക്കുമരുന്നിന് അടിമകളായി മാറുകയാണ്. നമ്മുടെ സമൂഹം വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ സന്തോഷ വർത്തമാനം, ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന, ബദ്ധത്തിൽ നിന്ന് രക്ഷിക്കുന്ന, തിന്മയിൽ നിന്ന് രക്ഷിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒരു മതത്തിലേക്കല്ല പ്രിയമുള്ളവരെ, ഒരു പ്രസ്ഥാനത്തിലേക്കല്ല, ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക്. ആ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം എന്തിനു വേണ്ടിയായിരുന്നു എന്നതുകൂടെ നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പാപിയായിരിക്കുന്ന മനുഷ്യനെ ദൈവം വെറുതെ വിട്ടാൽ, പ്രിയമുള്ളവരെ, ദൈവം നീതിമാനാകുകയില്ല. ദൈവത്തിന്റെ നീതി നിലനിൽക്കണം. ദൈവ സ്നേഹവാനാണ്. ദൈവത്തിന്റെ സ്നേഹം നിലനിൽക്കണം. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതി അതെങ്ങനെയാണെന്ന് അറിയാമോ? പാപിയായ നമ്മെ ശിക്ഷിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ശിക്ഷിച്ചു. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം നാം കാണുമ്പോ 3 ക്രൂശുകളാണ് കാൽവരി മലയിൽ കാണാൻ കഴിയുന്നത്. റോമൻ ശിക്ഷാക്രമം അനുസരിച്ച് ഏറ്റവും ക്രൂരരായ കുറ്റവാളികളെയാണ് മരത്തിൽ തൂക്കിക്കൊല്ലുന്നത്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ 2 കൈകളും ആണികൾ അടിച്ച്, 2 കാലുകളും ആണികൾ അടിച്ച് മരത്തടിയോട് ചേർത്ത് ക്രൂശിക്കുമ്പോൾ ദിവസങ്ങളോളം
ദിവസത്തോളം ആ മനുഷ്യൻ ആ ക്രൂശിൽ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. അത്രയും ക്രൂരമായ ശിക്ഷാക്രമമാണ് ക്രൂശിൽ തൂക്കിയുള്ള മരണം എന്നുള്ളത് നാം ഓർക്കുക. എന്തിനാണ് യേശുവിനെ ക്രൂശിച്ചത്? യേശുവിനെ വിസ്തരിച്ച കോടതി ആവർത്തിച്ചു പറഞ്ഞു, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു കുറ്റവുമില്ലാത്ത യേശു എന്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടു? കുറ്റവാളികൾ ഞാനും നിങ്ങളുമാണ്. നാം ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് യേശു കർത്താവ് ഏറ്റെടുത്തത്. യേശു ദൈവമായിരുന്നത് കൊണ്ട് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നത് മാനവ ഹൃദയങ്ങളിലാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ, യേശുവിനോട് പാപമേറ്റു പറഞ്ഞാൽ, ഞാൻ ഒരു പാപിയാണെന്ന് സമ്മതിച്ചാൽ, നമ്മുടെ ഉള്ളത്തിലേക്ക് വരാൻ, ശീതിയായ ഹൃദയത്തെ മാറ്റി നമുക്ക് സമാധാനം നൽകാൻ, പാപക്ഷമ നൽകാൻ കർത്താവിന് കഴിയും. സഹോദരങ്ങളെ പറയട്ടെ, ഇനി പാപക്ഷമ ലഭിക്കാതെ യേശു ക്രിസ്തുവിലായി തീരാതെ നാം മരിച്ചുപോയാൽ ദൈവവചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം അത് നിത്യ മരണമാണ്. പ്രിയമുള്ളവരെ, പാപത്തിൽ മരിക്കുന്ന മനുഷ്യന്റെ ആത്മാക്കൾ നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. ആ നിത്യ നരക തീയിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും കൂടെയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഈ സന്ദേശം നിങ്ങളോടൊന്ന് വളരെ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് വായിക്കാൻ നമ്മ ലഘുലേഖ നിങ്ങൾ വായിക്കണം. ഞങ്ങളുടെ അഡ്രസ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങളുടെ വീടുകളിലൊക്കെ ബൈബിള് കാണുമല്ലോ, നിങ്ങളത് വായിക്കണം സഹോദരങ്ങളെ. അത് ദൈവത്തിന്റെ വചനമാണ്. യേശുവിനെ കൂടുതൽ അറിയാൻ ദൈവവചനമാണ് വായിക്കേണ്ടത്. അതിലൂടെ നിങ്ങൾക്ക് ദൈവസ്നേഹം അറിയാൻ കഴിയും. കാലമിനി അധികം മുന്നോട്ട് പോകുകയില്ല. യേശു കർത്താവിന്റെ വരവിന്റെ ആ സമയങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രവചനങ്ങൾ അത് നിറവേറുന്നു. കർത്താവ് ലോകത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കണ്ണിന്റെ മുമ്പിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മരണത്തിന് മുമ്പ്, യേശുവിന്റെ വരവിന് മുമ്പ് നമ്മുടെ രക്ഷ പ്രാപിപ്പാൻ, ആത്മരക്ഷ പ്രാപിപ്പാൻ, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഒരു ദൈവപൈതലായി ജീവിപ്പാൻ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ വളരെ സാധാരണക്കാരായ ആളുകളാണ്. ദൈവസ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിച്ചത് നിങ്ങളുടെ അടുക്കൽ വന്ന് ഈ കാര്യം പറയാൻ. ചിലപ്പോഴൊക്കെ നിങ്ങൾ എതിർപ്പുകൾ നേരിടുന്നുണ്ട്, പലരും നിന്ദിക്കുന്നുണ്ട്. എന്നാലും പിന്നെയും പ്രേരിപ്പിക്കുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരായുസ്സേ നമുക്കുള്ളൂ. ഈ ആയുസ് പാഴാക്കരുത്. പ്രിയമുള്ളവരെ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ വൈകുന്നേരം കേൾക്കുന്ന വാർത്ത പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതാണ്. പലരെ വീട്ടിലേക്ക് ഡെഡ്ബോഡി എത്തുന്നു. മരണം ഏത് നിമിഷവും മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരും. മരണത്തിന് മുമ്പേ, യേശുവിന്റെ വരവിന് മുമ്പേ നമ്മുടെ ആത്മാവിന്റെ രക്ഷ കരസ്ഥമാക്കി ഒരു ദൈവപൈതലായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞങ്ങളോട് കൂടെയുള്ള ദൈവദാസൻ പ്രിയ സണ്ണി പാസ്റ്റർ പോൾ മുന്നോട്ട് വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി സഹകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.